തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, യേശയ്യായുടെ പ്രവചനം 40 അധ്യായം 29 മുതലുള്ള വചനങ്ങൾ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ബൈബിൾ തുറക്കുന്നു. യേശയ്യായുടെ പ്രവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 40 വേഴ്സ് 29 ഓൺവേഡ്സ് നമുക്ക് വായിക്കാം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഒരു പക്ഷെ നമുക്കൊക്കെ പലതവണ വായിച്ച് പരിചയമുള്ള വചനമാവാം. എന്നാൽ ഈ ശുശ്രൂഷ സമയം, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായ ഒരു ശക്തി പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും. ദുർബല കരങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തും. തളർന്ന മനസ്സുകളെ അവിടുന്ന് വീണ്ടും ജീവൻ നൽകി ശക്തി നൽകും. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മളൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ തരങ്ങളിൽ ദുർബലത അനുഭവിക്കുന്നവരാണ്. നിങ്ങൾ ചിന്തിക്കുക, എപ്പോഴാണ് ജീവിതത്തിൽ നിങ്ങൾ ദുർബലനാവുന്നത്? എപ്പോഴാണ്? നമ്മളൊക്കെ ജീവിതത്തിൽ ആശ്രയിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന, ജീവിതത്തിൽ കൂടെയുണ്ടാകും എന്ന് കരുതിയിരുന്ന പല സാധനങ്ങളും വ്യക്തികളും ജീവിതമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മളൊക്കെ ദുർബലരാകും. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഈ ജീവിതത്തിൻ്റെ അവസ്ഥ അനുഭവിക്കുന്നവരാണ്, ക്ഷീണിച്ചു പോകുന്നവരാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹായെക്കുറിച്ച് വായിക്കുമ്പോൾ തിമോത്തിയസിന് എഴുതിയ 2-ാം പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ലൂക്ക മാത്രമേ എന്നോടുകൂടെയുള്ളൂ, മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനം ചെയ്യപ്പെടും എന്നിങ്ങനെ പൗലോസ് ശ്ലീഹ പറയുകയാണ്. ആരാണ് പൗലോസ് ശ്ലീഹ? ശുശ്രൂഷയിൽ അത്രമാത്രം തീഷ്ണതയോടുകൂടെ ജീവിക്കുന്നവൻ. എന്നാൽ അവൻ പറയുക, ഞാനിപ്പോൾ അല്പം ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ്. ആരും കൂടെയില്ലാത്ത ലൂക്ക മാത്രമേ ഉള്ളൂ എന്നിങ്ങനെയൊക്കെ പൗലോസ് ശ്ലീഹ വിളിച്ചു പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പിച്ചോണം. എത്ര തീഷ്ണത നിറഞ്ഞ വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിലും ഇപ്പോഴും ദുർബലത അനുഭവപ്പെടുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകാം. കാഴ്ചയിൽ ഒരുപക്ഷെ നമ്മളിൽ പലരും ശക്തന്മാരായിരിക്കാം, എന്നാൽ നമ്മൾ പലരും ദുർബലരാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും തളർന്ന മനസ്സുകളെ ബലം നൽകാൻ, ദുർബല ഹൃദയങ്ങളെ ശക്തി നൽകാൻ ആഗ്രഹിക്കുകയാണ്. വ്യത്യസ്തമായ രീതികളിലാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നത്. പ്രത്യേകമായി പ്രാർത്ഥന അനുഭവങ്ങളിലൊക്കെ നമ്മൾ ഈ ശക്തി തിരിച്ചറിയുന്നവരാണ്. ഈ സമയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മ ഇപ്രകാരം ദുർബലരാവുന്ന അനുഭവ വേളകളിൽ നമ്മളെ ശക്തിപ്പെടുത്തുമെന്നുള്ള വലിയൊരു ആത്മീയ സത്യം പങ്കുവയ്ക്കാനാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സമ്മാനമാണ് പരിശുദ്ധ അമ്മയിലൂടെയുള്ള നമുക്കുള്ള വലിയ സാന്നിധ്യ ശക്തി. പ്രത്യേകിച്ച് ശിഷ്യന്മാരെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. 2 സമയങ്ങളിൽ അവർ ദുർബലരായി. പല സമയങ്ങളിലും ജീവിതത്തിൻ്റെതായ വ്യത്യസ്ത അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് 2 സമയങ്ങളിൽ അവർ ജീവിതത്തിൽ അസ്വസ്ഥരായി. ഒന്ന്, യേശുവിൻ്റെ കുരിശുമരണം. കുരിശുമരണ സമയം
അവർ ഒറ്റപ്പെട്ടു പോയ ദുർബലരായ അനുഭവമാണ്. ആരും കൂടെയില്ല, ആരും കൂടെയില്ല. ഇക്കാലം അത്രയും ഞങ്ങൾ ആശ്രയിച്ചിരുന്ന ഞങ്ങളുടെ ഗുരു ഇതാ എന്നേക്കുമായി ഞങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? യേശുവിൻ്റെ മരണം അവരുടെ ജീവിതത്തിൽ അവരെ ദുർബലരാക്കുന്നൊരു അനുഭവമാണ്. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, അവർ ദുർബലരായപ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ കൂടെ നിന്ന് അവർക്ക് ബലം നൽകുകയാണ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് പന്തക്കുസ്ത അനുഭവത്തിലാണ്. ഇനി എങ്ങനെയാണ് ശുശ്രൂഷ വഴി മുന്നോട്ട് നീങ്ങേണ്ടതെന്ന് അവരുടെ ആലോചനയിലും പ്രാർത്ഥനയിലും അതാ കൂടെ നിന്ന് ബലം നൽകിയത് പരിശുദ്ധ അമ്മയാണ്. ഞാനിത് പറയുമ്പോൾ ഒരമ്മയുടെ സാന്നിധ്യ ശക്തി എത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണർവിലേക്കും ഉന്മേഷത്തിലേക്കും നയിക്കുമെന്നുള്ളത് നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ മഹാ അത്ഭുതം നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. തളർന്ന വ്യക്തികൾ, ആരും കൂടെയില്ല എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിലൊക്കെ ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവ സാന്നിധ്യം പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന അനേക സാക്ഷ്യങ്ങൾ നമുക്കൊക്കെ അറിയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യം കേൾക്കുകയുണ്ടായി. എനിക്ക് പരിചയമുള്ള പെൺകുട്ടിയാണ്. നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉള്ളിലുണ്ട്. അതെല്ലാം ഏറ്റുവാങ്ങി കാനഡ എന്ന് പറയുന്ന ദേശത്തേക്ക് ഈ പെൺകുട്ടി എത്തപ്പെട്ടു. ഒത്തിരിയേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. നന്നായി പ്രാർത്ഥിച്ചിരുന്ന, പള്ളിയിൽ പോയിരുന്ന, ഈശോയുടെ അത്രമാത്രം അടുത്ത് സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി കാനഡയിൽ എന്ന് പറയുന്ന രാജ്യത്തെത്തിയതിന് ശേഷം അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാറ്റപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും കുറേ പണമുണ്ടാക്കണം, അതിനുശേഷം സ്വന്തമായിട്ടൊരു വീട് വേണം, ഒരു വാഹനം വേണം. അങ്ങനെ തൻ്റെ ജീവിതത്തിനാവശ്യമായ എല്ലാം ഈ പെൺകുട്ടി അവിടുന്ന് പിന്നീട് അധ്വാനിച്ചുണ്ടാക്കുകയാണ്. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ ഈ പെൺകുട്ടി കണ്ണുനീരോടെ എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സത്യം മനസ്സിലാക്കി. ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഞാൻ നേടിയെടുത്തു. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് കരഞ്ഞു. എന്തിനെന്നറിയോ? ഞാൻ എത്ര നാളായി അച്ഛാ ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട്. അച്ഛാ, ശരിയാണ്, കൊറോണ കാരണം ദേവാലയങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഓൺലൈനിൽ പോലും ഞാനൊരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ ഞാൻ ഓടിയിരുന്നത് എൻ്റെ ഇടവക ദേവാലയത്തിലേക്കായിരുന്നു. നാട്ടിൽ വെച്ച് ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ഓടിപ്പോയി കുമ്പസാരിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതം അടിമുടി മാറ്റപ്പെട്ടു. എൻ്റെ ചിന്തയും എൻ്റെ പ്രാർത്ഥന പോലും എൻ്റെ കംഫർട്ട് സോൺ, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ എന്ന് കരുതുന്ന കുറേ കാര്യങ്ങൾ, ഇതിനിടയിൽ ഞാൻ എൻ്റെ ഈശോയെ മറന്നുപോയി. കരഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ ഈശോയെ ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ മറന്നുപോയ സ്നേഹത്തെ തിരിച്ചറിയാൻ സാധിച്ചത്? അപ്പോൾ ആ പെൺകുട്ടി പറയുക, അച്ഛാ, മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കുത്തി കുറേ വീഡിയോയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. കുറേ ലോകത്തിൻ്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ സമയമൊക്കെ കളയും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മൊബൈൽ ഫോണിൽ ഏതോ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിരൽ അറിയാതെ ഏതോ ഒരു വീഡിയോയിലോട്ട് ഞെക്കി. അതൊരു പ്രസംഗമായിരുന്നു, ഒരു വൈദികൻ്റെ. ആ പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആ വൈദികൻ പ്രസംഗിക്കുകയാണ്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് വന്നു. എന്നു മാത്രമല്ല, ആ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവിൻ്റെ നിമിഷമായിരുന്നു. ആ പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞ ഒരു വചനം എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. ആ വചനം സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ്. സങ്കീർത്തന പുസ്തകം 138 വചനം 3. ബുക്ക് ഓഫ് സാം
ചാപ്റ്റർ 138 വേഴ്സ് 3. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഈ പെൺകുട്ടി എന്നോട് പറയുക, അച്ഛാ, ഞാൻ ഈ കാനഡ ദേശത്ത് വന്നതിന് ശേഷവും ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് എനിക്കൊരു സ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് 3 നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥനയിൽ ഇതാണ് എൻ്റെ പ്രാർത്ഥന. വേറെ വലിയ പ്രാർത്ഥനയൊന്നുമില്ല. എന്നാൽ ഞാൻ അന്ന് ഈ അച്ഛൻ്റെ പ്രസംഗം യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കുടുകുടാ ഒഴുകുകയും എനിക്ക് ശക്തമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുകയും ചെയ്തു. എൻ്റെ ആത്മീയ ജീവിതം തളർക്കപ്പെട്ടതായിരുന്നു, ആകപ്പാട് അസ്വസ്ഥത പിടിച്ചതായിരുന്നു. എന്തായിരുന്നു എൻ്റെ ചിന്തകൾ എന്നുള്ളത് എനിക്കപ്പോൾ ബോധ്യപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശക്തി പകർന്നു. അന്ന് ആ നിമിഷം ഞാനൊരു കാര്യം തീരുമാനിച്ചു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. പിന്നീട് കിട്ടിയ ഏറ്റവും അടുത്ത സമയം ദേവാലയത്തിൽ പോയി കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാന നാവിൻ തുമ്പിൽ സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങും തോറും എൻ്റെ ഉള്ളിൽ വലിയ ശാന്തതയും സമാധാനവും. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വരുന്നത് ദൂരെ എവിടെയോ നടന്ന ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനല്ല, മറിച്ച് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും ഒരു കാര്യം തിരിച്ചറിയണം. നിന്റെ ജീവിതത്തിൽ തളർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത്ഭുതകരമാവണ്ണം നമ്മുടെ ജീവിതത്തിന് ഉണർവും ഉന്മേഷവും നൽകും. അതുകൊണ്ടല്ലേ എല്ലാവരുമൊക്കെ ഈ കൊന്ത കയ്യിൽ കൊണ്ട് നടക്കുന്നത്, സമയം കിട്ടുമ്പോഴൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു സാന്നിധ്യ ശക്തി നമ്മളൊക്കെ അനുഭവിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ ആശ്രയിക്കും തോറും ജീവിതത്തിൻ്റെ തളർന്ന വഴികളിൽ നമുക്ക് ബലവും പ്രത്യാശയും ലഭിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ 2 പ്രധാനപ്പെട്ട വിശുദ്ധർ ഈ വിഷയത്തോട് ചേർന്ന് ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്ന് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയോട് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന മാർപ്പാപ്പ 1979 യുവജനങ്ങളോടായി അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം ഈ സമയം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവിതത്തിൽ നിങ്ങൾ കൂരിരുട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കാലിടറി വീഴാൻ സാധ്യതയുള്ള സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കരം ചേർത്ത് പിടിച്ചുകൊള്ളുക. നിങ്ങൾ കാലിടറിയാലും വീഴുകയില്ല. പ്രിയപ്പെട്ടവർ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. നമ്മളൊക്കെ കടന്നു പോകുന്നത് എപ്പോഴും പ്രകാശം നിറഞ്ഞ വഴി മാത്രമല്ലല്ലോ. പ്രത്യേകിച്ച് ഈ കൊറോണ മഹാമാരിയൊക്കെ വന്നതിന് ശേഷം കടന്നു പോകുന്ന അനുഭവം വളരെ ദുഃഖം നിറഞ്ഞതാണ്, ഇരുട്ട് നിറഞ്ഞതാണ്. ഈ ഇരുട്ടിനിടയിൽ നിനക്കൊരു പ്രകാശം വേണമോ? കാലിടറി വീഴാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ വീഴാതിരിക്കണമോ? പരിശുദ്ധ അമ്മയുടെ കരം ചേർത്ത് പിടിക്കാം. അതുകൊണ്ടല്ലേ ആളുകളൊക്കെ കൊന്ത എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്നത്, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, കൊന്ത ഒരു ആയുധമായിട്ട് കൊണ്ട് നടക്കുന്ന കാരണം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത്രമേൽ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു രാത്രി വലിയ മാനസികമായ ദുഃഖം അനുഭവിച്ചിരിക്കുന്ന ഒരു രാത്രി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യം ചോദിച്ചില്ല, എപ്പോഴാണ് നിങ്ങൾ ദുർബലനാവുന്നത് എന്നുള്ള ചോദ്യം. അതേ ചോദ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നൊരു സമയം. ജീവിതത്തിൽ വിചാരിച്ചിരുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കരുതിയ വളരെ അസ്വസ്ഥമായ ഒരു രാത്രി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ആ രാത്രിയിൽ മുറിയിൽ ഇങ്ങനെ തനിച്ചിരിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നും മനസ്സിലാവുന്നില്ല.
ബൈബിള് തുറന്നു വെച്ചിട്ടുണ്ട്, പക്ഷെ വായിക്കാനായിട്ടൊരു പ്രചോദനം ലഭിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. ആ സമയം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അലമാരിയിൽ ഒരു വീഡിയോ ഇരിപ്പുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉള്ള ഒരു പ്രഭാഷണമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ ചെന്നപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു മരിയൻ പ്രഭാഷണം, അവിടുത്തെ വൈദികരായ വട്ടായിൽ അച്ഛനും ബിനോയ് അച്ഛനൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രഭാഷണങ്ങൾ ചേർത്തിണക്കിയ ഒരു വീഡിയോ ഞാനതെടുത്തു. ഞാൻ അതിനു മുമ്പ് അത് കേട്ടിട്ടില്ല. എന്നാൽ ആ രാത്രിയിൽ ഞാനത് പ്ലേ ചെയ്യുകയാണ്. മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ വലിയൊരു ദുഃഖം അതിങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഈ വൈദികർ പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുന്നത് മുഴുവൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ഭാരം സാവധാനം അലിഞ്ഞില്ലാതാവുകയാണ്. ആ രാത്രി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ ഒരു സൗഖ്യത്തിൻ്റെ രാത്രിയായിരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അനേകം അനുഭവങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമുണ്ട് എന്ന് അനുഭവിപ്പിക്കുന്ന അനുഭവങ്ങൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബലപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധിയായ മദർ തെരേസ നമ്മളോടൊക്കെ പറഞ്ഞു വയ്ക്കുന്ന വലിയൊരു പ്രാർത്ഥനയുണ്ട്. അതായത് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അമ്മേ ഈ ദിവസം എൻ്റെ അമ്മയായിരിക്കണമേ. അമ്മേ ഈ ദിവസം എൻ്റെ അമ്മയായിരിക്കണം. ഇതൊരു പ്രാർത്ഥനയാണ്. ചെറിയ നിസ്സാരപ്പെട്ട പ്രാർത്ഥന, പക്ഷേ അത്ഭുതങ്ങൾ ഉളവാക്കുന്ന പ്രാർത്ഥന. മറിയത്തിൻ്റെ മുമ്പിൽ മദർ തെരേസ എന്ന വിശുദ്ധ, ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധ ചെന്ന് എപ്പോഴൊക്കെ ഈ പ്രാർത്ഥന ഉരുവിട്ടിട്ടുണ്ടോ മദർ തെരേസ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അതിശക്തമായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കൊരു പാഠമാണ്. നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് പറയണം, അമ്മേ എനിക്കിന്ന് അമ്മ എൻ്റെ അമ്മയായി കൂടെ വരണം. നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെ കൂടെ വരണം. പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഞാനൊരു നേരത്തെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ജീവിതത്തിൽ തൻ്റേതായ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് വിദേശത്തൊരു രാജ്യത്ത് ചെന്ന് പള്ളിയില്ല, പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ലാതെ മാറ്റിവെക്കപ്പെട്ട അനുഭവം. എന്നാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ ശക്തി അത്ഭുതകരമായിട്ട് കൺ തുറക്കാൻ അനുഭവം, കാര്യങ്ങൾ അല്പം കൂടെ കണ്ണ് തുറന്ന് കാണാൻ. ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ? അവൾ പറഞ്ഞു, അച്ഛാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അച്ഛാ, സങ്കടങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷേ പണ്ടത്തെ പോലെയല്ല ഞാൻ. സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അന്ന് ഒത്തിരി ഇരുന്ന് കരയുമായിരുന്നു. ഇപ്പോൾ ഞാൻ കരച്ചിലൊക്കെ നിർത്തി. കാരണം പരിശുദ്ധ അമ്മയിലൂടെ പുത്രനായ യേശു നൽകുന്നൊരു ആശ്വാസം ഞാൻ അനുഭവിക്കുന്നു. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പണ്ട് ബോറടിക്കുന്ന മരവിപ്പ് അനുഭവപ്പെടുന്ന ഒന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ കൊന്ത ചൊല്ലുമ്പോൾ വലിയൊരു ശക്തി, വലിയൊരു സ്നേഹം ഞാൻ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു പാഠമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ജീവിതത്തിൽ ബലം സ്വീകരിക്കാനുള്ള വലിയൊരു പാഠം യേശയ്യാ പ്രവാചകനിൽ നമ്മളെ പഠിപ്പിച്ചില്ലേ? യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ചത്, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യേശയ്യാ പ്രവചനം 40-ാം അധ്യായം 29-ാം തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ജീവിതത്തിൽ തളർച്ചയും ദുർബലതയും അനുഭവിക്കുന്നവർക്കായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് 1-2 വചനങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഈ വചനങ്ങൾ എഴുതി വെച്ച് പഠിച്ച് നമുക്ക് ബലം പ്രാപിക്കാം. 1 സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 27 വേഴ്സ് 14 വചനം പറയുന്നു, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ.
ജീവിതത്തിൽ ദുർബലപ്പെടുത്തുന്ന തളർച്ചയുടെ അനുഭവങ്ങൾ ഒട്ടനവധി. അത് പ്രിയപ്പെട്ടവരുടെ മരണമാവാം. പ്രിയപ്പെട്ടവരുടെ മരണം. ഈ കഴിഞ്ഞ നാളിൽ കൊറോണയോട് ബന്ധപ്പെട്ട് മരിച്ചൊരു കുടുംബത്തിൻ്റെ കണ്ണുനീര് കാണാനിടയായി. ആ കുടുംബത്തിൻ്റെ ഏക വരുമാനം, ഏക ശക്തിയായ കുടുംബനാഥനാണ് മരിച്ചിരിക്കുന്നത്. എന്തു ചെയ്യും? എന്തു പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും? എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? ഞാൻ നോക്കുമ്പോൾ കുടുംബനാഥ ശവസംസ്കാര സമയത്ത് അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരാശ്വാസം ലഭിച്ചു. കാരണം പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ജീവിത പങ്കാളി മരിച്ചപ്പോൾ കുടുംബത്തിൻ്റെ വരുമാനം ഇനിയില്ല, ഇനി ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ള അനുഭവത്തിൽ ദാ ഈ കുടുംബനാഥ കൊന്ത ചൊല്ലിയിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 27 അധ്യായം 14 തിരുവചനം പഠിപ്പിക്കുന്നു, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ. വീണ്ടും സങ്കീർത്തനം 31 അധ്യായം അതിൻ്റെ 24 തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 31 വേഴ്സ് 24. വചനത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദാവീദ് രാജാവ് പഠിപ്പിക്കുക. ദാവീദിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ അനുഭവങ്ങൾ ദൈവജനത്തോട് വിളിച്ചു പറയുകയാണ്, ദൈവജനമേ നിങ്ങൾ ദുർബലരാകരുത്, ധൈര്യം അവലംബിക്കുവിൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തെല്ലാം തരത്തിലുള്ള നമ്മുടെ ശക്തി ചോർത്തിക്കളയുന്ന അനുഭവങ്ങൾ. മഹാമാരി, പ്രളയം, അല്ലേ? പല തരത്തിലുള്ള അനുഭവങ്ങൾ, രോഗപീഠകൾ, ഒന്നിനു പിറകെ ഒന്നായി പല തരത്തിലുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ മനസ്സിൻ്റെ ബലം കുറയും. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. വീണ്ടും യെശയ്യായുടെ പ്രവചനം. യെശയ്യായുടെ പ്രവചനം 35 അധ്യായം അതിൻ്റെ 3 തിരുവചനം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. വചനം ഇത് നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഈ വചനം പഠിക്കണം. വചനം നമ്മളോട് തന്നെ പറയണം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 35 വേഴ്സ് 3, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിത വഴികളിൽ മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ബലം പ്രാപിക്കുമെന്ന് കരുതല്ലേ. നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. ചില ആളുകളുടെ സംസാരം, ചില ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകളെ കാണുമ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലം എന്ന് തോന്നും. എന്നാൽ നമ്മുടെ ജീവിതാനുഭവം പഠിപ്പിച്ചില്ലേ, അതെല്ലാം മാറിപ്പോകും. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം മാറിപ്പോകും. നിൻ്റെ ഉള്ളിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധം ഒരു ബലം വേണം. അത് കർത്താവ് നൽകുന്ന ബലമാണ്. കർത്താവ് നൽകുന്ന ബലം. ജോബിൻ്റെ പുസ്തകം 4 അധ്യായം അതിൻ്റെ 4 തിരുവചനം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 4 വേഴ്സ് 4. വചനത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ രോഗികളാവും. ഏത് തരത്തിലുള്ള രോഗമാവട്ടെ, ശാരീരികമോ മാനസികമായ രോഗം, ഈ രോഗം ഒരു അവസാനമായിട്ട് കണക്കാക്കല്ലേ. ഈ രോഗത്തിൻ്റെ നടുവിൽ കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിന്റെ തളർന്ന കൈകാലുകൾക്ക് ബലം നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മാനസികമായി ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടാവും. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ടാവും. മുമ്പോട്ട് നോക്കുമ്പോൾ ഇരുട്ട് മാത്രം അനുഭവിക്കുന്നവരുണ്ടാവും. ഇതാ വചനം നമ്മളോട് പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിൽ ആശ്രയിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കും. ഈ ശുശ്രൂഷയുടെ സമാപന സമയം യെശയ്യാ പ്രവാചകന്റെ വചനം ഒരിക്കൽ കൂടെ മനസ്സിൽ ഉറപ്പിക്കുക. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 40 വേഴ്സ് 29 ഓൺവേഴ്സ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ
വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. തളർച്ചയും ദുഃഖവും അനുഭവപ്പെടുന്ന സകലരെയും കർത്താവ് ക്ഷണിക്കുകയാണ് ശക്തിയും ബലവും പ്രാപിക്കാൻ. ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.